ഹായ് എവ്രി വൺ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ സെക്കൻഡ് സെമസ്റ്റർ കോംപ്ലിമെൻ്ററി മാത്തമാറ്റിക്സ്. നമ്മുടെ സബ്ജക്റ്റ് MTS2 C02 മാത്തമാറ്റിക്സ് 2. നമ്മളിന്ന് എടുക്കുന്നത് തേർഡ് മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, വെക്റ്റർ സ്പേസ്. വെക്റ്റർ സ്പേസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. എല്ലാ എക്സാമിലും നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിൽ ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ഞാൻ വെക്റ്റർ സ്പേസ് എന്താണെന്ന് പറയുന്നില്ല. അതിന് മുൻപ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെക്റ്റർ സ്പേസിലെ പ്രോബ്ലംസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. വെക്റ്റർ സ്പേസിലെ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും എക്സാമിന് വരും. സോ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മളെന്താ ഡിസ്കസ് ചെയ്യുന്നത്, ഓപ്പറേഷൻ എന്താണ്, അതുപോലെ ക്ലോഷ്യർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, സീറോ വെക്റ്റർ, നെഗറ്റീവ് വെക്റ്റർ. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഫസ്റ്റ് ടോപ്പിക് ഓപ്പറേഷൻ. ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഞാനൊരു സ്റ്റാറിനാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്റ്റാർ. ഈ സ്റ്റാർ എന്ന് പറയുന്നത് നമ്മുടെ അഡീഷൻ ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, ഡിവിഷൻ ആവാം. ഇനി ഇതൊന്നും അല്ലാതെ വേറെ ഏതെങ്കിലും റിലേഷൻസ് ആവാം. നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഫസ്റ്റ് എക്സാമ്പിളിൽ ഞാൻ സ്റ്റാർ എന്ന് പറയുന്നത്, അതായത് എൻ്റെ കയ്യിലുള്ള സെറ്റ് എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ്. അതിന് ഞാൻ സ്റ്റാർ ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെയാണ്? അഡീഷൻ A സ്റ്റാർ B എന്ന് പറഞ്ഞാൽ A പ്ലസ് B ആണ്. അപ്പോൾ നമുക്കറിയാവുന്ന സാധാരണ അഡീഷൻ. അപ്പോൾ ഇത് വെച്ചിട്ട് വാട്ട് ഈസ് 1 സ്റ്റാർ 2? അപ്പോൾ ഡെഫിനേഷനിൽ പറയുന്നുണ്ട് A സ്റ്റാർ B എന്ന് പറഞ്ഞാൽ A പ്ലസ് B ആണ്. സോ വാട്ട് ഈസ് 1 സ്റ്റാർ 2? ഇറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. അതിനുള്ള എന്തായിരിക്കും? 3 സ്റ്റാർ 5, ഇറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 5 ഈക്വൽ ടു 8. Then what is 4 star 2? It is equal to 4 plus 2, that is equal to 6. അപ്പോൾ ഈ എക്സാമ്പിളിൽ സ്റ്റാർ എന്ന് പറയുന്നത് അഡീഷൻ ആണ്. കൺസിഡർ ദ സെക്കൻഡ് എക്സാമ്പിൾ. ഇവിടെ ഞാൻ സ്റ്റാർ ഡിഫൈൻ ചെയ്യുന്നത്, എൻ്റെ സെറ്റ് റിയൽ നമ്പേഴ്സ് ആണ്. സ്റ്റാർ ഡിഫൈൻ ചെയ്യുന്നത് A സ്റ്റാർ B മീൻസ് A ഇൻറ്റു B ബൈ 2. സോ ഈ ഡെഫിനിഷൻ പ്രകാരം വാട്ട് ഈസ് 3 സ്റ്റാർ 4? 3 സ്റ്റാർ 4 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു 4 ബൈ 2, ദാറ്റ് ഈസ് 12 ബൈ 2 ഈക്വൽ ടു 6. അപ്പോൾ മുമ്പത്തെ എക്സാമ്പിളിൽ സ്റ്റാർ എന്ന് പറയുന്നത് അഡീഷൻ ആയിരുന്നു. എന്നാൽ രണ്ടാമത്തെ എക്സാമ്പിളിൽ സ്റ്റാർ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും കൂടി ചേർന്നൊരു മിക്സ് ആയിരുന്നു. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് സെറ്റ് ഓഫ് പോളിനോമിയൽസ് ആണ്. സെറ്റ് ഓഫ് പോളിനോമിയൽസിൽ ഞാൻ സ്റ്റാർ ഡിഫൈൻ ചെയ്യുന്നത്, അപ്പം എൻ്റെ കയ്യിലുള്ള സെറ്റ് എന്ന് പറയുന്നത് പോളിനോമിയൽസ് ആണ്. അപ്പം ഞാൻ എടുക്കാൻ പോകുന്ന എലമെന്റ് പോളിനോമിയൽ ആയിരിക്കും. A എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ, B എന്ന് പറയുന്നത് ഒരു പോളിനോമിയൽ. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റാർ ഡിഫൈൻ ചെയ്യുന്നത് A സ്റ്റാർ B എന്ന് പറഞ്ഞാൽ A ഓഫ് എക്സ് പ്ലസ് B ഓഫ് എക്സ്. ദെൻ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് F സ്റ്റാർ G? F ഓഫ് എക്സ് പ്ലസ് G ഓഫ് എക്സ്. വാട്ട് ഈസ് എക്സ് സ്ക്വയർ സ്റ്റാർ എക്സ് ക്യൂബ്? ഇവിടെ സ്റ്റാർ എന്ന് പറയുന്നത് എന്തായിരുന്നു? അഡീഷൻ ആണ്. സോ എക്സ് സ്ക്വയർ സ്റ്റാർ എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്റ്റാർ എന്ന് പറയുന്നത്, സ്റ്റാറിനല്ല ഇവിടെ ഇമ്പോർട്ടൻസ്, ആ ഓപ്പറേഷൻ എന്ന് പറയുന്ന ടേം ആണ്. ഓപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ട് എലമെന്റ്സുകൾ തമ്മിലുള്ള, ഇത് ബൈനറി ഓപ്പറേഷൻ ആണ് നമ്മൾ പറയുന്നത്, രണ്ട് എലമെന്റ്സ് തമ്മിലുള്ള ഒരു റിലേഷൻ. അത് പ്ലസ് ആവാം, അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, ഡിവിഷൻ ആവാം, ഈ ഇവരുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ക്ലോഷ്യർ പ്രോപ്പർട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊക്കെ നമ്മൾ പറയുന്നത് വെക്റ്റർ സ്പേസ് എന്നതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡയറക്റ്റ് ഞാൻ വെക്റ്റർ സ്പേസിലേക്ക് പോകുന്നില്ല. കുറേശ്ശെ നമ്മളിത് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലാം കൂടി മിക്സാണ് നമ്മുടെ വെക്റ്റർ സ്പേസ്. അപ്പോൾ ഓരോ ടോപ്പിക്കും നന്നായി പഠിച്ചു പോവുക. അപ്പോൾ ഓപ്പറേഷൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മളൊരു പ്രോപ്പർട്ടിനെ കുറിച്ച് പറയുകയാണ്, ക്ലോഷ്യർ പ്രോപ്പർട്ടി. എക്സാമ്പിളിലൂടെ ഞാൻ അത് എന്താണെന്ന് പറഞ്ഞു തരാം. ഞാൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഈ 6 എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ് കേട്ടോ. റിയൽ നമ്പേഴ്സിൽ ഒരു എലമെന്റ് എടുത്തു 1, വേറൊരു എലമെന്റ് എടുത്തു 3. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 എലമെന്റ് എടുക്കാം. ഞാൻ രണ്ടും കൂടി ആഡ് ചെയ്തു. എൻ്റെ ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അഡീഷനാണ്. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ആൻസർ കിട്ടുക? 4. ഈ 4 എന്ന് പറയുന്ന എലമെന്റും റിയൽ നമ്പർ തന്നെയല്ലേ? അതെ. അപ്പോൾ റിയൽ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ഏതൊരു എലമെന്റെയും B എടുത്താൽ അതിന്റെ രണ്ടുപേരുടെയും കൂടി അഡീഷൻ കാണുക. അത് എവിടെ തന്നെ ഉണ്ടാവും? അതൊരു റിയൽ നമ്പർ തന്നെയായിരിക്കും അല്ലേ? ഏതൊരു നമ്പർ എടുത്തിട്ട് വേറൊരു നമ്പറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റിയൽ നമ്പർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് R ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. കാരണം ആറിലത്തെ ഏത് 2 എലമെന്റ് എടുത്തിട്ട് ആഡ് ചെയ്താലും നമുക്ക് ആറിലത്തെ എലമെന്റ് തന്നെ കിട്ടുന്നു. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ.
നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ എടുക്കാൻ പോകുന്ന നേരത്തെ എക്സാമ്പിളിൽ ആറാണ് ഞാൻ എടുത്തത്. ഞാൻ ഇനി എടുക്കാൻ പോകുന്നത് R+ ആണ്. അതായത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രം, നെഗറ്റീവും ഇല്ല സീറോയും ഇല്ല, പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് മാത്രം. എൻ്റെ ചോദ്യം ഇതാണ്, ഈ R+ എന്ന് പറയുന്ന ഈ സെറ്റ് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ ആണോ എന്ന്. അപ്പോൾ എൻ്റെ ഓപ്പറേഷൻ ഇവിടെ ഏതാ വരിക? സബ്ട്രാക്ഷൻ. അപ്പോൾ ഇത് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ ആണ്. നമുക്ക് നോക്കി നോക്കാം. ഞാൻ R+ലെ 3 എടുത്തു, R+ലെ 4 എടുത്തു, എന്നിട്ട് ഞാൻ സബ്ട്രാക്ട് ചെയ്തു 3 - 4. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? -1. അത് R+ൽ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏത് രണ്ട് എലമെന്റ് എടുത്ത് സബ്ട്രാക്ട് ചെയ്താലും, ഏത് രണ്ട് എലമെന്റ് എവിടത്തെയാണ് ഞാൻ എടുക്കുന്നത്? R+ൽ ഏത് രണ്ട് എലമെന്റ് എടുത്ത് സബ്ട്രാക്ട് ചെയ്താലും R+ൽ തന്നെ വേണം. അങ്ങനെയാണെങ്കിലാണ് R+ ഈസ് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ എന്ന് പറയുള്ളൂ. ഇവിടെ അങ്ങനെയാണോ? അല്ല. സോ വി ക്യാൻ സേ ദാറ്റ് R+ ഈസ് നോട്ട് ക്ലോസ്ഡ് അണ്ടർ സബ്ട്രാക്ഷൻ. സബ്ട്രാക്ഷന്റെ സിമ്പിൾ ആണിത്. അനദർ ക്വസ്റ്റ്യൻ, ഞാനിവിടെ എടുക്കുന്ന സെറ്റ് R2 ആണ്. ഒന്നാമത്തെ എക്സാമ്പിൾ റിയൽ നമ്പേഴ്സ് എടുത്തു, രണ്ടാമത്തെ എക്സാമ്പിൾ R+ എടുത്തു, മൂന്നാമത്തെ എക്സാമ്പിൾ ഞാൻ എടുക്കുന്ന സെറ്റ് R2. R2 എന്താ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓർഡേർഡ് പെയേഴ്സ് ഓഫ് റിയൽ നമ്പേഴ്സ്. R2ലെ എലിമെന്റ് എങ്ങനെയായിരിക്കുക? അങ്ങനെ ഓർഡേർഡ് പെയർ. ഇപ്പോൾ 3, 4 അല്ലെങ്കിൽ -2, 0 ഇതുപോലെയാണ്. ഇതാണ് R2ലെ എലിമെന്റ്സ്. രണ്ട് കമ്പോണന്റ് ഉണ്ടായിരിക്കും. ഓരോ കമ്പോണന്റ് എലിമെന്റും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, ഞാൻ R2ൽ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേഷൻ സാധാരണ പ്ലസ് ആണ്. എങ്ങനെയാണ് ആഡ് ചെയ്യുക? R2ൽ എങ്ങനെയാണ് രണ്ട് എലിമെന്റ്സ് ആഡ് ചെയ്യുക? അതറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു എലിമെന്റ് ഞാൻ എടുത്തു 1, 3. അടുത്ത എലിമെന്റ് ഞാൻ എടുത്തു 2, 5. ഇത് രണ്ടും കൂടി എങ്ങനെ ആഡ് ചെയ്യുക? നമ്മൾ ഇതിലത്തെ ആദ്യത്തെ കമ്പോണന്റും ഇതിലത്തെ ആദ്യത്തെ കമ്പോണന്റും തമ്മിൽ ആഡ് ചെയ്യണം. അതായത് 1 + 2, പിന്നെ 3ഉം 5ഉം കൂടി ആഡ് ചെയ്യണം. സോ ആൻസർ 3, 1 + 2 3 ആണ്, 3 + 5 8 ആണ്. സോ 3, 8. ഇങ്ങനെയാണ് R2ലെ എലിമെന്റ്സ് ആഡ് ചെയ്യുക കേട്ടോ. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, R2 ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. R2 എന്ന് പറയുന്നത് അഡീഷനിൽ ക്ലോസ്ഡ് ആണോ? എങ്ങനെയാ അത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുക? നമ്മൾ എന്ത് ചെയ്യണം? R2ലെ രണ്ട് എലിമെന്റ് എടുക്കണം. ആർബിട്രറി ആയിട്ട് രണ്ട് എലിമെന്റ്, ഇഷ്ടമുള്ള രണ്ട് എലിമെന്റ് എടുക്കാം. അപ്പോൾ x1, y1 എന്ന് പറയുന്നത് ഒരു എലിമെന്റ് ആണ്, x2, y2 എന്ന് പറയുന്നത് അടുത്ത എലിമെന്റ് ആണ്. എന്നിട്ട് ഞാൻ രണ്ടും കൂടി ആഡ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? x1 + x2 എന്ന് പറയുന്നത് അടുത്ത എലിമെന്റ് y1 + y2 അല്ലെ? ഫസ്റ്റ് കമ്പോണന്റ് നമ്മൾ ആഡ് ചെയ്തു, പിന്നെ സെക്കൻഡ് കമ്പോണന്റ് നമ്മൾ ആഡ് ചെയ്തു. ഇനി നിങ്ങൾ പറയും, ഇത് R2ലെ എലിമെന്റ് ആണോ? ആണ്. കാരണം R2ലെ എലിമെന്റ് ആവാൻ എന്ത് പ്രോപ്പർട്ടി മതി? രണ്ട് കമ്പോണന്റ് ആണ്. ഇത് ഒരു റിയൽ നമ്പർ ആണ്, ഇതും റിയൽ നമ്പർ ആണ്. സോ ദിസ് ബിലോങ്സ് ടു R2. സോ വി ക്യാൻ സേ ദാറ്റ് R2 ഈസ് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ. അപ്പോൾ നമ്മളതൊന്ന് സമ്മപ്പ് ചെയ്യാണ്. വെൻ വി സേ ദാറ്റ് എൻ ഓപ്പറേഷൻ, ഒരു ഓപ്പറേഷൻ എപ്പോഴാണ് നമ്മൾ ക്ലോസ്ഡ് അണ്ടർ എന്ന് പറയാൻ പറ്റുക? അതായത് ഇപ്പോൾ ഒരു സെറ്റ് ഞാൻ എടുത്തു, വി എന്ന് പറഞ്ഞ സെറ്റ്. നമുക്ക് എപ്പോഴാണ് വി എന്ന് പറഞ്ഞ സെറ്റ് ക്ലോസ്ഡ് അണ്ടർ സ്റ്റാർ എന്ന് പറയാൻ പറ്റുക? ആ സെറ്റിലെ രണ്ട് എലമെന്റ് എടുത്തിട്ട് നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് ആ സെറ്റിലെ എലമെന്റ് തന്നെ ആയിരിക്കണം. അപ്പം അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ എയും ബിയും ഒരു സെറ്റിൽ നിന്ന് എടുക്കുക, ആഡ് ചെയ്യുമ്പോൾ ആ സെറ്റിൽ തന്നെ വരണം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. നെക്സ്റ്റ് പ്രോപ്പർട്ടി കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. +2 നമ്മൾ പഠിച്ചതാണ്. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഞാൻ ഓപ്പറേഷൻ എടുക്കുന്നു സ്റ്റാർ. ഈ സ്റ്റാർ എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും ആവാം. അത് പ്ലസ് ആവാം, മൈനസ് ആവാം, സബ്ട്രാക്ഷൻ ആവാം, അഡീഷൻ, എന്ത് വേണമെങ്കിലും ആവാം കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ആവാം, ഡിവിഷൻ ആവാം. ഞാനൊരു ഓപ്പറേഷൻ എടുത്തു. എപ്പോഴാണ് ഈ ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാ? A*B = B*A ആകുമ്പോൾ. എന്താ അതിന്റെ മീനിങ്? നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഞാനിവിടെ എടുക്കുന്ന ഓപ്പറേഷൻ അഡീഷൻ ആണ്. അഡീഷനിൽ A + Bയും B + Aയും സെയിം അല്ലേ? നമുക്കറിയാം. കാരണം 1 + 2 ചെയ്താലും 2 + 1 ചെയ്താലും സെയിം ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഞാൻ അടുത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് സ്റ്റാർ എന്ന് പറയുന്നത് AB/2 ആണ്. എന്റെ ചോദ്യം, ഈ സ്റ്റാർ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണോ? എങ്ങനെയാ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യേണ്ടത്? A*B = എന്തായിരിക്കണം? B*A ആകും. നമുക്ക് നോക്കി നോക്കാം. വാട്ട് ഈസ് A*B? A*B എന്ന് പറഞ്ഞാൽ AB/2. എന്താ B*A? BA/2. ഇത് രണ്ടും സെയിം ആണോ? ഇത് രണ്ടും സെയിം ആണല്ലേ? AB/2 എന്ന് പറഞ്ഞാലും BA/2 എന്ന് പറഞ്ഞാലും സെയിം ആണ്. സോ A*B = B*A ആണ്. സോ സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആണെങ്കിൽ എന്താ വേണ്ടത്?
അതായത് ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ, അത് നിങ്ങൾക്കുള്ള ഹോംവർക്കാണ്. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ എന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? എ ഇൻറ്റു ബി ചെയ്താലും ബി ഇൻറ്റു എ ചെയ്താലും സെയിം ആണോ? ഒറ്റ ലൈനിൽ ആൻസർ പറയാം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. വാട്ട് അബൌട്ട് സബ്ട്രാക്ഷൻ? സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതായത് എ മൈനസ് ബി ചെയ്താലും ബി മൈനസ് എ ചെയ്താലും സെയിം ആൻസർ ആണോ എപ്പോഴും കിട്ടുക? എപ്പോഴും കിട്ടണം, ഓൾവേസ്. എപ്പോഴും ഇതാണ് ആൻസർ, സെയിം ആൻസർ ആണോ കിട്ടുക? അങ്ങനെയാണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ്, അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് അല്ല. സോ ഇത് രണ്ടും ഹോംവർക്കാണ്. നെക്സ്റ്റ് ഈസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയിൽ പറയുന്നത് എന്താണെങ്കിൽ, ഞാൻ 2 എലമെന്റ് എടുത്തു, എ സ്റ്റാർ ബി. എയും ബിയും കൂടി സ്റ്റാർ ചെയ്യുക, അതിനുശേഷം സ്റ്റാർ സി കാണുക. ഇതും ഇനി എ സ്റ്റാർ ബി സ്റ്റാർ സി, ഇത് രണ്ടും സെയിം ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സ്റ്റാർ ഈസ് കമ്മ്യൂട്ടേറ്റീവ്, സോറി അസോസിയേറ്റീവ്. എന്താണ് പ്ലസ് 2 പഠിച്ചതാണ്, എ സ്റ്റാർ ബി കാണുക, അതിനുശേഷം സ്റ്റാർ സി ചെയ്യുക. അതുപോലെ ബി സ്റ്റാർ സി ചെയ്യുക, ആദ്യം ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുക, പിന്നെ സ്റ്റാർ എ വെച്ച് ചെയ്യുക. അങ്ങനെയാണ് ഇത് രണ്ടും ഈക്വൽ ആണോ നോക്കുക. ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സ്റ്റാർ ഈസ് അസോസിയേറ്റീവ്. അഡീഷൻ അസോസിയേറ്റീവ് ആണോ? നോക്കി നോക്കൂ, എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നതും എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നതും ഇത് രണ്ടും സെയിം ആണോ? ആണ്. അഡീഷൻ എന്ന് പറയുന്നത് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം അല്ലേ? ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇത് രണ്ടും സെയിം ആണ്. സോ അഡീഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. വാട്ട് അബൌട്ട് മൾട്ടിപ്ലിക്കേഷൻ? മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണോ? അതെ, മൾട്ടിപ്ലിക്കേഷനും അസോസിയേറ്റീവ് ആണ്. വാട്ട് അബൌട്ട് സബ്ട്രാക്ഷൻ? എ മൈനസ് ബി മൈനസ് സി എന്ന് പറയുന്നതും എ മൈനസ് ബി മൈനസ് സി എന്ന് പറയുന്നതും ഇത് രണ്ടും സെയിം ആണോ? സെയിം ആണ്. സോ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് തന്നിരുന്നു, അത് കമ്മ്യൂട്ടേറ്റീവ് ആണോ ചെക്ക് ചെയ്യാൻ. അപ്പോൾ അതിന്റെ ആൻസർ നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് സീറോ വെക്ടർ. സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഡീഷൻ, ഞാൻ എടുക്കുന്ന ഓപ്പറേഷൻ അഡീഷൻ ആണ്. സീറോ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3 എന്ന് പറഞ്ഞൊരു എലമെന്റ് എടുത്തു, 3യുടെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് 3 തന്നെ കിട്ടുക? നമുക്കറിയാലേ 0. സോ 0 ആണ് ഇവിടുത്തെ സീറോ വെക്ടർ. എയുടെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് എ തന്നെ കിട്ടുക? 0. സോ 0 ആണ് ഇവിടുത്തെ സീറോ വെക്ടർ. ഞാൻ എടുക്കുന്ന ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 3യുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 3 തന്നെ കിട്ടുക? 1. അപ്പൊ ഇവിടുത്തെ സീറോ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആണ്. പേര് സീറോ വെക്ടർ ആണ് എന്നിരുന്നാലും നമുക്ക് ഇതിന് എലമെന്റ് ചിലപ്പോൾ 0 തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതിന് നമ്മൾ ചില സമയത്ത് യൂണിറ്റ് എലമെന്റ് എന്നൊക്കെ പറയാറുണ്ട്. 4ന്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് 4 കിട്ടുക? 1. എയുടെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്താലാണ് എ കിട്ടുക? 1. സോ 1 ആണ് ഇവിടുത്തെ സീറോ വെക്ടർ. നെക്സ്റ്റ് ഈസ് നെഗറ്റീവ് വെക്ടർ. നെഗറ്റീവ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അഡീഷന്റെ കേസിൽ 4ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് 0 കിട്ടുക? -4. സോ -4 ഈസ് ദ നെഗറ്റീവ് വെക്ടർ. 5ന്റെ നെഗറ്റീവ് വെക്ടർ എന്താ വരിക? -5. 6ന്റെ നെഗറ്റീവ് വെക്ടർ എന്താ വരിക? 6ന്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് 0 കിട്ടുക? -6. സോ -6 ഈസ് ദ നെഗറ്റീവ് വെക്ടർ ഓഫ് 6. സോ നമ്മൾ ഇന്ന് പറഞ്ഞ നമ്മുടെ ടോപ്പിക്കുകളൊക്കെ തീർന്നു. ഫസ്റ്റ് ടോപ്പിക് ഓപ്പറേഷൻ ആണ്. ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആവാം, അഡീഷൻ ആവാം, സബ്ട്രാക്ഷൻ ആവാം, മൾട്ടിപ്ലിക്കേഷൻ ആവാം, ഡിവിഷൻ ആവാം, ഇവരുടെ ഏതെങ്കിലും കോമ്പിനേഷൻ ആവാം. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി, എ എടുക്കുക ബി എടുക്കുക, എ സ്റ്റാർ ബി അതേ സെറ്റിൽ തന്നെ ഉണ്ടാവണം. സോ അങ്ങനെയാണെങ്കിൽ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയും. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി എന്ന് പറയുന്നത് ബി സ്റ്റാർ എ ആയിരിക്കണം. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നതും എ സ്റ്റാർ ബി സ്റ്റാർ സി എന്ന് പറയുന്നതും സെയിം ആയിരിക്കണം. സീറോ വെക്ടർ എന്താണെന്ന് പറഞ്ഞു, നെഗറ്റീവ് വെക്ടർ. ഇതൊന്ന് ഔട്ട്ലൈൻ ആയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ എന്താണ് വെക്ടർ സ്പേസ് എന്ന് പറയും. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, എക്സാമിൽ വരാറുണ്ട് എക്സാമിൽ. ഓക്കെ, താങ്ക് യു.